ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിലെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു അപ്ഡേറ്റിലൂടെ ഒരുപാട് ക്രിയേറ്റേഴ്സിന് അവരുടെ നിലവിലുള്ള വ്യൂസിനേക്കാൾ കൂടുതൽ വ്യൂസ് എല്ലാം അവരുടെ ചാനലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിനാൽ തന്നെ ക്രിയേറ്റേഴ്സിന് ഏറെ ഗുണം ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് കൂടിയാണിത്. നമ്മുടെ ചാനലിൽ ഓരോ ക്രിയേറ്റേഴ്സും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുകളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇനി നമുക്ക് എന്താണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു അപ്ഡേറ്റ് എന്ന് നോക്കാം. ഇതിനായി ആദ്യം നമ്മൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ വന്നിരിക്കുന്ന ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ നിങ്ങൾ ലൈവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇത് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓറിയന്റേഷൻ എന്നതിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വെർട്ടിക്കൽ അതുപോലെ ഹൊറിസോണ്ടൽ എന്ന ഓപ്ഷൻ എല്ലാം കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ലൈവ് സ്ട്രീമിംഗ് എല്ലാം ചെയ്യുമ്പോൾ വെർട്ടിക്കൽ എന്നത് കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഷോർട്സ് വീഡിയോസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന ഫോർമാറ്റിൽ, അതായത് വെർട്ടിക്കൽ ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലൈവ് സ്ട്രീമിംഗ് എല്ലാം ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇത് ചേഞ്ച് ചെയ്ത് ഹൊറിസോണ്ടൽ എന്ന് വെക്കുകയാണെങ്കിൽ നിങ്ങൾ ലോങ് വീഡിയോസ് എല്ലാം ചെയ്യുന്ന ഫോർമാറ്റായ ഹൊറിസോണ്ടൽ ഫോർമാറ്റിലെല്ലാം നിങ്ങൾക്ക് ലൈവ് സ്ട്രീമിംഗ് എല്ലാം ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇവിടെ നമ്മൾ വെർട്ടിക്കൽ എന്നതാണ് ഇവിടെ റെക്കമെൻഡായി പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വെർട്ടിക്കൽ രീതിയിൽ നമ്മൾ ലൈവ് സ്ട്രീമിംഗ് എല്ലാം ചെയ്യുമ്പോൾ ഇപ്പോൾ ക്രിയേറ്റേഴ്സിന് ലഭിക്കുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ ലൈവ് സ്ട്രീമിംഗ് എല്ലാം ചെയ്യുമ്പോൾ കുറച്ചു പേർക്കെല്ലാമാണ് കാണാൻ സാധിക്കുക. എന്നാൽ ഇനി ഇത് ഷോർട്ട് സ്പീഡിലെല്ലാം കാണിക്കുന്നത് കൊണ്ട് തന്നെ ലൈവ് സ്ട്രീമിംഗ് കൂടുതൽ പേർക്ക്, അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലാതെ ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ ഇത് സജസ്റ്റ് ചെയ്യുകയും അതുവഴി പുതിയ വ്യൂവേഴ്സിനെ നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരാനും സാധിക്കും. അപ്പോൾ ലൈവ് സ്ട്രീമിംഗ് എല്ലാം ചെയ്യുന്ന ചാനലുകൾക്ക് ഇപ്പോഴുള്ള വ്യൂസിനേക്കാൾ കൂടുതൽ വ്യൂസ് എല്ലാം കിട്ടാൻ ഈ ഒരു പുതിയ ഫീച്ചർ സഹായിക്കും. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഷോർട്ട് സ്പീഡിൽ നമ്മൾ ഇപ്രകാരം സ്വൈപ്പ് ചെയ്ത് നമ്മൾ ഒരു വീഡിയോയിൽ നിന്ന് മറ്റൊരു വീഡിയോയിലേക്കെല്ലാം പോകാറുണ്ട്. ഇതുപോലെ നമുക്ക് ലൈവ് സ്ട്രീമിംഗ് എല്ലാം ഒരു വീഡിയോയിൽ നിന്ന് മറ്റൊരു വീഡിയോയിലേക്ക് സ്വൈപ്പ് ചെയ്ത് പോകാൻ സാധിക്കും. ഇത്തരത്തിൽ നിങ്ങൾ ലൈവ് സ്ട്രീമിംഗ് എല്ലാം ചെയ്യുമ്പോൾ ഇതിനാൽ തന്നെ നിങ്ങൾക്ക് കൂടുതൽ വ്യൂവേഴ്സിനെ എല്ലാം കിട്ടാൻ ഈ ഒരു പുതിയ ഫീച്ചർ സഹായിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്